ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൻ്റെ DGFMSൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസും കൂടെ കാണാം. ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് വേക്കൻസിയാണ്, ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ആണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നോക്കാം നിങ്ങൾക്ക്. അക്കൗണ്ടൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ലോ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ഫോട്ടോഗ്രാഫർ, ഫയർമാൻ, കുക്ക്, ലാബ് അറ്റൻഡൻറ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ട്രേഡ്സ്മാൻ മേറ്റ്, വാഷർമാൻ, കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ, ദെൻ ടിൻസ്മിത്ത്. 113 വേക്കൻസിയാണ്. അതത് റിസർവ്ഡ് വേക്കൻസികൾ നോക്കാം. ജനറൽ വേക്കൻസി വളരെ കുറവാണ്. ജനറൽ വേക്കൻസിയിൽ നമുക്ക് ട്രേഡ്സ്മാൻ മേറ്റിനും അതുപോലെ കാർപ്പൻറ്ററും മാത്രമേ വേക്കൻസി ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ റിസർവ്ഡ് വേക്കൻസികളാണ്. നിങ്ങളുടെ വേക്കൻസി ഉണ്ടോ നോക്കുക, നിങ്ങളുടെ പോസ്റ്റ് നോക്കുക, അതിൽ വേക്കൻസി ഉണ്ടോ നോക്കുക, അങ്ങനെ അപ്ലൈ ചെയ്യാം. ദെൻ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസിനും വേറെ വേക്കൻസികളോട് കൊടുത്തിട്ടുണ്ട്. 4 7 അങ്ങനെ വേക്കൻസി ഉണ്ട്. അതത് വേക്കൻസിയിലേക്ക് അവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പോസ്റ്റ് വൈസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം നബാർഡിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്കൂടെ കാണാൻ നബാർഡ് ഓഫീസ് അറ്റൻഡൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് വളരെ ഡ്യൂറേഷൻ കൂടുതലുള്ള വീഡിയോസ് തന്നെയാണ്. നമ്മൾ മനഃപൂർവ്വം ഡ്യൂറേഷൻ കൂടുന്നതല്ല, നമ്മളങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഓരോ അപേക്ഷയിലും എന്തെങ്കിലും തെറ്റുകളൊന്നും വരുത്തണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നിർബന്ധം കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ചെയ്തു പോകുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയാൻ മാത്രമാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് മതിയല്ലോ. എക്സ്പ്ലനേഷൻ എന്നുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. പക്ഷേ പലർക്കും അതൊരു അരോചകമായിട്ട് പറയുന്നുണ്ട്, കാരണം ഭയങ്കര ലാഗാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ മാക്സിമം ഇനി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റൊക്കെ നിങ്ങൾ ചെയ്യട്ടോ. നിങ്ങൾ ഡ്യൂറേഷൻ കുറയ്ക്കണോ, റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ കാണാം. ഇതിപ്പോൾ ആർമി ബേസിന് 42 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ വോയിസ് ഓവർ കൊടുക്കാൻ നമുക്കും ബുദ്ധിമുട്ടുണ്ട് ഒരുപാട്. എന്നാലും നമ്മളത് ഇഫക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ A to Z കാര്യങ്ങൾ അതിൽ പറയുന്നത്. ഇനി അതല്ല, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനലിൻ്റെ ഭാഗമാകാനും നമ്മുടെ ചാനലിന് സപ്പോർട്ട് ആകുന്നതിലൂടെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഒരു പ്രീമിയം മെമ്പർ ആകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അതിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരികയും എനിക്കത് പെട്ടെന്ന് തന്നെ മറുപടി നൽകാനും, ഇനി അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്തു തരാനും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ വീണ്ടും നമ്മളൊരു വീഡിയോസ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഫെസിലിറ്റിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. കുറഞ്ഞ എമൗണ്ട് ആണ് നിങ്ങൾക്ക് വരുന്നത് മന്ത്ലി. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് മാക്സിമം ഏജ് ലിമിറ്റ് 30 മിനിമം 18. അപ്പോൾ ഇതിലേക്ക് ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ്. കൊമേഴ്സിലുള്ള ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BCom കഴിഞ്ഞവർക്ക് ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ +2 കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ക്യാഷിലോ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റിലോ അല്ലെങ്കിൽ ബഡ്ജറ്റ് വർക്കിലോ ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വേണം. ഗവൺമെൻറ് ഓഫീസ് അല്ലെങ്കിൽ PSC ഓട്ടോണമസ് സ്ഥാനങ്ങളൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് BCom ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. സ്റ്റെനോഗ്രാഫർ ആണ്. മിനിമം 18 മാക്സിമം 27 ഏജ് ലിമിറ്റ്. +2 ആണ് ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 ആണ്. ഈ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റ് ആയതുകൊണ്ട് അതിന് സ്റ്റെനോഗ്രാഫി അറിഞ്ഞവരാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇതിൽ ഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവും, സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ അത് ഈ പറയുന്ന റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുക എങ്കിലും നമ്മളത് ക്വാളിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മൾ ഫെയിൽ ആയി പോകും. അപ്പോൾ അത് സ്റ്റെനോഗ്രാഫി അറിഞ്ഞവർ ചെയ്യാം. ഇനി ഇവിടെ ലോ ഡിവിഷൻ ക്ലർക്കാണ്. ഇതിലേക്ക് മിനിമം 18 മാക്സിമം 27 ആണ്. ഇതിലേക്കും +2 ആണ് ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ +2 ആണ്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് ഒക്കെ സ്പീഡുള്ളവർ ഇതിലേക്ക് കമ്പ്യൂട്ടറിൽ നമുക്കൊരു 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും എക്സാം കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി അതെല്ലാം നമ്മൾ ടൈപ്പ് റൈറ്ററിൽ ചെയ്യാൻ അറിയെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം 30 വേർഡ് പെർ മിനിറ്റ് എന്നുള്ളതിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും മതി, ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്ററിൽ കേട്ടോ. ഇനി അടുത്ത നിങ്ങൾക്ക് സ്റ്റോർ കീപ്പർ ആണ്. മിനിമം 18 മാക്സിമം 27 ഏജ് ലിമിറ്റ്. +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്കിലും 1 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് വേണം. സ്റ്റോർ ഹാൻഡ്ലിങ്ങിലും അതുപോലെ അക്കൗണ്ട്സ് കീപ്പിങ്ങിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് അടുത്ത ഫോട്ടോഗ്രാഫർ ആണ്. മിനിമം 18 മാക്സിമം 27 വയസ്സ് വരെ ഇതിൽ അപ്ലൈ ചെയ്യാം. +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്കിലും പ്ലസ് ഡിപ്ലോമ വേണം. ഫോട്ടോഗ്രാഫിയിലുള്ളൊരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഫയർമാൻ ആണ്. മിനിമം 18 മാക്സിമം 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ആണ്. നിങ്ങൾക്ക് SSLC ആണ് ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇതിന് ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടീഷൻസ് കാര്യങ്ങളുണ്ട്. നിശ്ചിത ഹൈറ്റും വെയിറ്റും ഒക്കെ വേണം. അതിൻ്റെ കാര്യങ്ങൾ പറയാം. മിനിമം ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 165 സെൻറ്റിമീറ്റർ, ഫീമെയിൽ ആണെങ്കിൽ 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി.
ഇനി അതോടൊപ്പം തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് 50 കിലോഗ്രാംസ് വെയിറ്റ് വേണം, ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് 43 മതി. ഇനി ചെസ്റ്റ് നോർമലിൽ 81.5 സെൻറ്റിമീറ്ററും എക്സ്പാൻഷനിൽ അത് 85 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഹൈസൈറ്റ് 6x6 ഉണ്ടായിരിക്കണം. പിന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു 63.5 കിലോഗ്രാംസ് വെയിറ്റുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യണം, ലിഫ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന 183 മീറ്റർ നമ്മൾ 96 സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസിലേക്ക് എത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2.7 മീറ്റർ വൈഡ് ആയിട്ടുള്ള കിടങ്ങ് നമ്മൾ എന്ത് ചെയ്യണം, ചാടി കിടക്കണം. പിന്നെ നമ്മൾ വേർട്ടിക്കൽ റോപ്പിലൂടെ നമ്മൾ ക്ലൈംബ് ചെയ്യണം 3 മീറ്റർ മുകളിലേക്ക്. ഓക്കെ, ഇങ്ങനെ 3 ടെസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും എക്സാം കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് കൂടാതെ 10ാം ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇവിടെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് സ്റ്റേറ്റ് ഫയർ സർവീസിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നോ അറ്റ്ലീസ്റ്റ് 30 വർക്കിംഗ് ഡേയ്സിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു മാസമാണ് പറയുന്നത്. 30 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറയുന്നത്. മിനിമം 30 വർക്കിംഗ് ഡേയ്സിൽ ഉള്ള ഒരു ഫയർ ഫൈറ്റിങ്ങിലുള്ള ഒരു ട്രെയിനിങ് നേടിയവരായിരിക്കണം എന്നുള്ള കണ്ടീഷൻ മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. SSLC മാത്രം പോരാ, 30 ദിവസം നിങ്ങൾക്ക് ഫയർ ഫൈറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ളൊരു ട്രെയിനിങ് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ കേരള ഫയർ സർവീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നോ നമുക്ക് കിട്ടിയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യുള്ളൂ. മിനിമം 30 30 കൂടിയാൽ പ്രശ്നമില്ല, കുറയരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫയർമാനൊക്കെ നിങ്ങൾ കുറേ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള സജഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്താണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയവരായിരിക്കും എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അത് ജസ്റ്റ് നമുക്ക് അതിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ കുക്കാണ്. കുക്കിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. 18-25 ഏജ് ലിമിറ്റ്. നിങ്ങൾക്ക് കുക്കിലുള്ള, അതായത് കുക്കിങ്ങിലുള്ള ഒരു എന്താണ് നല്ല പരിചയം നല്ല ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ജസ്റ്റ് 10ാം ക്ലാസ് മതി അപ്ലൈ ചെയ്യാൻ. ഇനി ലാബ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മിനിമം 18 മാക്സിമം 20. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് തന്നെയാണ് ഇതിൻ്റെ യോഗ്യത. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ് മതിയെങ്കിലും ഇവർ കുറച്ചും പാടെ സ്യൂട്ടബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികളായിട്ട് അവർ കണക്കാക്കുന്നത് ലബോറട്ടറി അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ ഡ്രഗ് ഫാക്ടറിയിലുള്ള 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചും പാടെ മുൻഗണന ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് 10ാം ക്ലാസ് എല്ലാവർക്കും ലാബ് അറ്റൻഡൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്കിലും കുറച്ചും പാടെ അവർ പ്രിഫർ ചെയ്യുന്നത് ഈ പറയുന്ന ലബോറട്ടറി അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ ഡ്രഗ് ഫാക്ടറിയിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. ഇത് മാൻഡറ്ററി അല്ല, പക്ഷേ അവർക്ക് അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ എന്താണ് സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് മിനിമം 18 മാക്സിമം 25 ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത്. അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് SSLC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ MTSൽ അത്യാവശ്യം വേക്കൻസി ഉണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് മിനിമം 18 മാക്സിമം 25. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് അപ്രൻറ്റിഷിപ്പാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്കൂടെ കാണാം, അല്ലെങ്കിൽ അപ്രൻറ്റിഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്നത് ട്രേഡുകളാണ് ഫിറ്റർ, വെൽഡർ, വാച്ച് റിപ്പയർ, ബ്ലാക്ക് സ്മിത്ത്, മോൾഡർ, കട്ട്ലർ, പെയിൻറ്റർ, ടിൻ സ്മിത്ത്, ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത്, കാർപ്പൻറ്റർ, ജോയിനർ ആൻഡ് സോയർ. ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് 10ാം ക്ലാസ്സും പ്ലസ് അപ്രൻറ്റീസ്ഷിപ്പ്. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ്, അതായത് ITI അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അതായത് ട്രേഡിൽ കേട്ടോ. ഇനി അടുത്ത് വാഷർമാൻ 18-25 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് 10ാം ക്ലാസ് തന്നെയാണ് ഇതിൻ്റെ യോഗ്യത വരുന്നത്. നിങ്ങൾക്ക് വാഷിങ്ങിലുള്ള ഒരു നല്ല നോളജ് ഉണ്ടായിരിക്കുന്നുള്ള കണ്ടീഷനാണ്. കാർപ്പൻ്റർ ആൻഡ് ജോയിനറിൽ നിങ്ങൾക്ക് 18-25 ഏജ് ലിമിറ്റ് വരുന്നത്. 10ാം ക്ലാസ് ആണ് ഇത് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ITI ആണ്. ഈ പറയുന്ന കാർപ്പൻ്ററുമായി ബന്ധപ്പെട്ടുള്ള ITI ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് 3 വർഷത്തെ എക്സ്പീരിയൻസുമാണ് കേട്ടോ ഈ ട്രേഡുമായി ബന്ധപ്പെട്ട്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ടിൻ സ്മിത്ത് ആണ് അടുത്തത്. 18-25 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. 10ാം ക്ലാസ് ITI അതുപോലെ 3 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ടിൻ സ്മിത്തുമായി ബന്ധപ്പെട്ടുള്ള ITI വേണം, അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും വേണം, 10ാം ക്ലാസ്സും വേണം. അങ്ങനെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇത്രയുമാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു. അതത് കാറ്റഗറിയിലേക്ക് റിസർവ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. എക്സ് സർവീസ്മാനും ഈ പറയുന്ന വിഡോസ് ഡിവോഴ്സിലെ വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, 100 മാർക്കാണ് വരുന്നത്. റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിൽ ഈ പറയുന്ന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ദെൻ ജനറൽ അവയർനെസ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് January 3 ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്കിവിടെ.
ജനുവരി 7 മുതലാണ് ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനുവരി 7 മുതൽ നിങ്ങൾക്ക് ജനുവരി 6 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ലിങ്കുകളൊക്കെ എവിടെ ഉണ്ടാകുന്ന കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ എത്തുക. നമ്മുടെ വെബ്സൈറ്റിലെ ഹോം പേജിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് GeoCL എജുലാൻഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അത് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് അങ്ങനെ ഓരോന്നും ഇവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം DGFMS എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് C. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ ഈ ഒരു പേജിലേക്കാണ് വരിക. ഓക്കെ, നിങ്ങൾക്കിവിടെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം. താഴോട്ട് നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് നോട്ടീസ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡേറ്റ് ആയിട്ടില്ലെങ്കിലും സൈറ്റ് വന്നിട്ടുണ്ട്. ഞാൻ സൈറ്റ് കാണിക്കും. ഇതാണ് ആ സൈറ്റ്. പക്ഷേ ഇവിടെ കണക്റ്റ് മുകളിൽ ദിസ് ഈസ് ഡെമോ ഓർ ടെസ്റ്റ് ഇൻസ്റ്റൻസ് എന്നാണ് ഇവിടെ കാണാം. ഇത് അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് 7 എന്ന് പറയുന്നത്, അതായത് ജനുവരി 7 ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സമയം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ജസ്റ്റ് എന്താണ് ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് അവർ ജസ്റ്റ് എന്താണ് അത് ആക്റ്റീവായിട്ട് വെച്ചതാണ്. അതല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതാണ് ഇൻസ്ട്രക്ഷൻ. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇതാ നിങ്ങൾക്കൂടെ കാണാം. 7 ജനുവരി. ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, 7 ജനുവരി മുതൽ നിങ്ങൾക്ക് 6 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ID കാർഡ്, പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് 2 ലെവൽ എക്സാമിനേഷൻ നടക്കുക. ഒന്ന് 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ടുള്ള എക്സാം ഉണ്ടാവും. അതായത് 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ടുള്ള പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് ലെവലാണ് എക്സാം ഉണ്ടായിരിക്കുക. മറ്റേ +2 യോഗ്യത വെച്ചിട്ടുള്ള പോസ്റ്റിലേക്ക് +2 ലെവൽ, അങ്ങനെ 2 ടൈപ്പ് എക്സാം ഉണ്ടായിരിക്കുക. മേ ബി 2 എക്സാമും ചിലപ്പോൾ ഒരേ ദിവസമൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2 കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ വന്നിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ സ്കീം, എക്സാം സിലബസ് കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ ലിങ്കും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ആപ്ലിക്കേഷൻ അതിൻ്റെ താഴായിട്ട് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ലിങ്ക് ഇപ്പം ഞാൻ ഇടുന്നില്ല. ഈ സൈറ്റിൻ്റെ ലിങ്ക് പെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡേറ്റും കൂടെ കാണാൻ പറ്റും. ജനുവരി 7 ഞാൻ എന്തെങ്കിലും ഇതിവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ കയറിയാൽ മതി. ഇപ്പം ഇത് നിങ്ങൾ കാണാം, ജസ്റ്റ് ഡെമോ ആയിട്ടാണ് അവർ ഈ ഒരു വെബ്സൈറ്റ് കിടക്കുന്നത്. അപ്പോൾ അത് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 7 ആകുമ്പോഴാണ് അത് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവിടെ കാണാൻ ഏറ്റവും താഴെ കോൺടാക്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാനിവിടെ നമ്മുടെ GeoCL എജുലാൻഡ് എന്നുള്ള ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ഹോം പേജിലേക്ക് വരുമല്ലോ. ഹോം പേജ് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇതിലേക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള 2-3 അഡ്വാൻസ്ഡ് ടൂളും പാടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ഫോട്ടോ എഡിറ്റർ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ടൂളാണ്. ദെൻ 2ൻ്റെ ജസ്റ്റ് ഞാൻ ഓപ്പണായി കാണിക്കാം. ഫോട്ടോ എഡിറ്റർ 2 ഇതിലേക്ക് നമുക്ക് കാണാം. അവിടെ ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് ഇതാ റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ ഫ്ലിപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് റേഷ്യോയിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാം. 4.3 എന്നുള്ള ആ റേഷ്യോയിലേക്ക്. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഫ്രീ എന്നുള്ള സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മളുടെ ഇതിനനുസരിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റർ 3 കുറച്ചും പാടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3 യൂസ് ചെയ്തിട്ട് നല്ലൊരു ഔട്ട് കിട്ടും. ഓക്കെ, 3ാമത്തേൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ വിഡ്ത്ത്, ഹൈറ്റ്, DPI ഒക്കെ സെറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യാം, റീസൈസ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഔട്ട് ഫയൽ വേണ്ടത് വെച്ചാൽ ആ ഫയൽ ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾ മാക്സിമം ക്വാളിറ്റി ആണെങ്കിൽ 1 എന്നുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. കുറഞ്ഞ ക്വാളിറ്റി മതിയെങ്കിൽ അത് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടൂളിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക, യൂസ്ഫുൾ ആണോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ SSLC 10% അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിലുണ്ട് GeoCL എജുലാൻഡ്. സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോസ് ചെയ്ത് തരുന്നതാണ്. അത് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.